അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ശിവരാത്രി കൂടിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ പല്ലൊക്കെ തേക്കുന്നുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ ഏകദേശം ഒരു 8:30 കുഞ്ഞു ഉറങ്ങാത്തതുകൊണ്ട് ആ സമയമൊക്കെയാണ് എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ മുടിയുടെ ചെടയൊക്കെ ഒന്ന് കളയുന്നുണ്ട്. കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. പിന്നെ ചോറും കറിയൊക്കെ അനിയത്തി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് ചെടിയൊക്കെ മുറ്റത്ത് ഇപ്പുണ്ട്. അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, 2-3-4 ചെടിയുണ്ട്. അതിനൊക്കെ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ബാക്കി പണികളിലേക്ക് കടക്കുക. പിന്നെ ഇന്നലെ ഞാൻ ദോശയ്ക്ക് വേണ്ടി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കലക്കി ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. അങ്ങനെ ഞാൻ ഒരു അടുപ്പയിൽ ദോശയും വെച്ചിട്ടുണ്ട്. ദോശയും കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പയിലായിട്ട് കുഞ്ഞിന് ബോട്ടിലൊന്ന് തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ദോശയ്ക്ക് കറിയായിട്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാവെള്ളമൊക്കെ ഞാൻ തന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ തേങ്ങാവെള്ളമൊക്കെ കുടിച്ച് ഞാൻ ബാക്കി പണികളിലേക്ക് കിടക്കുക. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചമ്മന്തി ഉണ്ടാക്കുന്നതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡിയായി. പിന്നെ കുഞ്ഞിന് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ബോട്ടിലാക്കിയിട്ട്. അപ്പോൾ അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇനി എഴുന്നേറ്റ് കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ കുറച്ച് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പരിപ്പും ഒക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്കറില്ല. അപ്പം കുക്കറുണ്ട്, അത് കംപ്ലൈൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ചരുവത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇച്ചിരി നല്ല സമയം എടുക്കും വേവിക്കാൻ. ആ ഗ്യാപ്പിൽ ഞാൻ കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് തുണി അലക്കിയില്ലായിരുന്നു. അപ്പം അധികം തുണി വന്നിട്ടുണ്ട്. അപ്പം ആ തുണികളെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി വിരിക്കുന്നുണ്ട് ആ ഗ്യാപ്പിൽ. കുഞ്ഞിൻ്റെ തന്നെ അത്യാവശ്യം നല്ല തുണികളുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെയും എൻ്റെയും ചേട്ടായിയുടെയും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ തുണികളും എല്ലാം ഒന്ന് കഴുകി. അങ്ങനെ എൻ്റെ തുണികൾക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുക്കളയിൽ കുറച്ച് ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. ആ പാത്രങ്ങളും ഒക്കെ ഞാനങ്ങ് കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മുടെ സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. പാത്രമൊക്കെ കഴുകി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം ഒന്ന് കളഞ്ഞ് ഇതാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ശിവരാത്രിയാണല്ലോ, ഒന്ന് അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചു. ഞാനും ചേട്ടായും കുഞ്ഞും കൂടെ റെഡി ആയിട്ടുണ്ട്. അവരുടെ ഇതെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഏകദേശം സന്ധ്യയായി തുടങ്ങി. ഇത് നമ്മൾ അകത്ത് നിന്ന് തൊഴുതിട്ട് ഇറങ്ങി ആ സമയത്തെടുത്ത കുറച്ച് വിഷയമില്ല. അപ്പോൾ ഇവിടെ ചേട്ടായും കുഞ്ഞും കൂടെ നമ്മുടെ വീടിനടുത്തുള്ളൊരു ചേട്ടനുമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പുറത്തുനിന്നുള്ള ഒരു വിഷയമാണ്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.